നമ്മുടെ സമൂഹത്തിൽ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കുന്ന ചില മനുഷ്യരുണ്ട്. പ്രത്യേകിച്ച് നാട്ടുമ്പുറങ്ങളിൽ ഇങ്ങനെ ഒരു പണിയുമില്ലാതെ സദാചാര പോലീസ് ചമഞ്ഞ് നടക്കുന്ന പകൽമാനിമാരെ കാണാം. അയൽ വീടുകളിൽ എന്താണ് നടക്കുന്നത്? അവരുടെ ഭാര്യമാർ ആരോടൊക്കെ സംസാരിക്കുന്നുണ്ട്? മറ്റ് സൗഹൃദങ്ങളുണ്ടോ? ഇതൊക്കെ നിരീക്ഷിക്കാനാണ് ചിലരുടെ പണി. മലപ്പുറം മങ്കടയിൽ 10 വർഷം മുൻപ് നടന്ന ഒരാൾക്കൂട്ട കൊലപാതകം ഇതുമായി കൂട്ടി വായിക്കണം. പ്രവാസിയുടെ ഭാര്യയുടെ വീട്ടിൽ നിത്യസന്ദർശകനായിരുന്ന നസീർ ഹുസൈനെ ആൾക്കൂട്ടം മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസ് കേരള മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവമാണ്. ആ കേസിൽ 5 പ്രതികൾ കുറ്റക്കാരെന്ന് മഞ്ചേരി അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചിരിക്കുന്നു. 3 പ്രതികളെ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടു. പ്രതികൾക്കുള്ള ശിക്ഷ കോടതി ബുധനാഴ്ച വിധിക്കും. ജൂൺ 28 പുലർച്ചെ 3:30 ആയിരുന്നു നാടിനെ നടുക്കിയ ക്രൂരമായ കൊലപാതകം നടന്നത്. മങ്കട കൂട്ടിൽ സ്വദേശിയായ നസീർ ഹുസൈൻ പ്രവാസിയുടെ ഭാര്യയുടെ വീട്ടിലെത്തിയെന്നാരോപിച്ച് സദാചാര പോലീസ് ചമഞ്ഞെത്തിയ സംഘം ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു. നായകത്ത് വീട്ടിൽ അബ്ദുൽ നാസർ, സഹോദരൻ ഷറഫുദ്ദീൻ, പട്ടിക്കുത്ത് സുഹൈൽ, അബ്ദുൽ ഗഫൂർ, സക്കീർ ഹുസൈൻ എന്നിവരെയാണ് കോടതി കുറ്റക്കാരായി കണ്ടത്. നസീർ ഹുസൈൻ ഒരു സ്ത്രീ കൂട്ടിലുള്ള അയാളുടെ സുഹൃത്തായ ഒരു സ്ത്രീയുടെ വീട്ടിലേക്ക് പോയി. അവിടുന്ന് അദ്ദേഹം ഭക്ഷണം കഴിച്ചു. രാത്രി ഒരു 11:45 മണിയായപ്പോഴാണ് അവിടെ എത്തിയത്. അവിടുന്ന് ഭക്ഷണം കഴിച്ചു. അവിടെ ഇരുന്ന് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഏകദേശം രാത്രിയിൽ ഒരു 1:45 മണിയായപ്പോഴത്തേക്ക് ഈ കേസിലെ 8 പ്രതികൾ സംഘം ചേർന്ന് അവിടെ എത്തി. വീടിൻ്റെ അടുക്കളവാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കടന്ന് അവിടെ ഉണ്ടായിരുന്ന വിറകുപുരയിൽ ഉണ്ടായിരുന്ന വിറകും കഷ്ണങ്ങൾ എടുത്ത് അവിടുന്ന് കണ്ട നസീർ ഹുസൈനെ അടിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ കേസ്. ഈ കേസിൽ കൊലക്കുറ്റത്തിന് 302 വകുപ്പ് അനുസരിച്ച് കുറ്റക്കാരാണെന്ന് കണ്ടത് മിനിമം ശിക്ഷ ജീവപര്യന്തം തടവാണ്. അതിൽ കുറഞ്ഞൊരു ശിക്ഷയും പ്രതീക്ഷിക്കും. പ്രതികൾ വീടിന്റെ വാതിൽ തകർത്ത് അകത്ത് കയറി വടിവാളുകളും പട്ടികകളും ഉപയോഗിച്ച് നസീറിനെ മർദ്ദിക്കുകയായിരുന്നു. മൃതപ്രായനായ നസീറിനെ വെള്ളം നൽകാനോ ആശുപത്രി എത്തിക്കാനോ പ്രതികൾ അനുവദിച്ചില്ലെന്ന് പ്രോസിക്യൂഷൻ കണ്ടെത്തി. ചെന്നൈക്കുന്നൻ ഷഫീഖ്, പറമ്പാട്ട് മൻസൂർ, അമ്പലപ്പള്ളി അബ്ദുൽ നാസൂർ എന്നിവരെ കോടതി വെറുതെ വിട്ടു. 69 സാക്ഷികളെ വിസ്തരിച്ച കേസിൽ 8 വർഷത്തെ നിയമപോരാട്ടത്തിനൊടുവിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. ബുധനാഴ്ച ശിക്ഷാവിധി കൂടി വരുന്നതോടെ മങ്കടയെ നടുക്കിയ കൊലപാതക കേസിൽ ആദ്യഘട്ട നിയമ നടപടികൾ പൂർത്തിയാകും. ന്യൂസ് 18 തിരൂർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.